നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM ജില്ലാ നേതാവും ED ആക്രമണ കേസിലെ പ്രതിയുമായ ബിനു IP-യെ CPM പൂർണ്ണമായും തള്ളി. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടത്തി വിവാദത്തിലായ ബിനുവിനെതിരെ സർക്കാർ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ സഹായിക്കണം എന്ന ആവശ്യം ബിനു പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ ബിനുവിന്റെ പ്രവൃത്തി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി എന്ന വിശ്വാസത്തിലാണ് CPM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടറി V. ജോയി, ജില്ലാ നേതാക്കളായ SP ദീപക്, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ ബിനുവിന് അനുകൂലിച്ച് ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടുമില്ല. ബിനുവിന്റെ പ്രവൃത്തി എടുത്തുചാട്ടവും നിയമലംഘനവുമാണെന്ന വിശ്വാസത്തിൽ CPM ജില്ലാ നേതൃത്വം. തങ്ങളുടെ നിലപാട് അവർ CPM സംസ്ഥാന കമ്മിറ്റിയെയും അറിയിച്ചു. ഇക്കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ കുന്നുകുഴി വാർഡിൽ നിന്നും മത്സരിച്ച ബിനുവിനെ തോൽപ്പിച്ച CPM ആണെന്ന ആക്ഷേപമുണ്ടായിരുന്നു. പാർട്ടിക്ക് അനഭിമതനായ ബിനീഷ് കോടിയേരിയുടെ വിശ്വസ്തനാണ് IP ബിനു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് നടപടി. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേസ് 16-ാം പ്രതിയുമായ IP ബിനു, 1-ാം പ്രതി നിതിൻ രാജ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ പ്രതികൾ ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഹർജി ശനിയാഴ്ച തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. വ്യവസ്ഥകളുടെ ഭാഗമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ പ്രതികൾ തുടർന്ന് അവിടെ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. സ്റ്റേഷനിലെ ഊഞ്ഞാലാട്ടത്തിലും ചെണ്ടമേളത്തിലും പ്രതികൾ പങ്കാളികളായതോടുകൂടിയാണ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായി കാണിച്ച പോലീസ് തന്നെ കോടതിയിൽ അപേക്ഷ നൽകിയത്. IP ബിനു സ്റ്റേഷനിൽ ഊഞ്ഞാലാടിയ ദൃശ്യങ്ങൾ പകർത്തിയത് സ്റ്റേഷനിലെ തന്നെ CPM പക്ഷക്കാരായ ഉദ്യോഗസ്ഥരാണ്. ഇവർ CPMന്റെ പോലീസ് സംഘടന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഷെയർ ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ പാർട്ടി ബന്ധമുള്ളവരുടെ ഗ്രൂപ്പുകളിൽ മാത്രമായിരുന്നു എത്തിയത്. ഇതിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തുപോയിട്ടുള്ളത്. അതിനർത്ഥം IP ബിനുവിന്റെ ഊഞ്ഞാലാട്ട ദൃശ്യങ്ങൾ പത്രത്തിൽ വന്നതും ദൃശ്യമാധ്യമങ്ങൾ വന്നതും CPM ഗ്രൂപ്പിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. CPM തന്നെ ബിനുവിനെ കുരുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. 68 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലാകെ 26 പേരാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനെത്തിയ ED ഉദ്യോഗസ്ഥരെ 300ഓളം വരുന്ന സംഘം തടഞ്ഞുവെച്ച് ആക്രമിക്കുകയും പരിക്കേൽപ്പിച്ചു എന്നുമാണ് കേസ്. IP ബിനു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഊഞ്ഞാലാടിയതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം സമയത്ത് പറഞ്ഞുവിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ദക്ഷിണ മേഖല IG-ക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറി. പോലീസുകാരുടെ ഓണാഘോഷത്തിലാണ് ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തത്. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞാണ് ബിനുവും എത്തിയത്. നഗരത്തിലെ കടകളിൽ നിന്ന് പോലീസുകാർ വസ്ത്രം വാങ്ങിയതിനൊപ്പം ബിനുവിനും കൂടി വാങ്ങിയെന്നാണ് വിവരം. സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളാണ് ബിനുവിന് വസ്ത്രം കൈമാറിയത്. ഇതേക്കുറിച്ചും അന്വേഷിക്കും. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിൽ ഇടതു സംഘടനാ നേതാവുമായ R. പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ആഘോഷം. ബിനു വിവാദം വാർത്തയായതോടുകൂടി ഉടനെ പ്രശാന്ത് ചുമതല ഒഴിഞ്ഞു. എന്നാൽ പുതിയ വിവാദത്തിൽ സർക്കാർ പ്രശാന്തിനെ വെറുതെ വിടില്ലെന്നാണ് കണ്ടെത്തൽ. മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ED ആക്രമണ കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തയിടത്താണ് ജാമ്യത്തിലിറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നും ജാമ്യവ്യവസ്ഥയുണ്ട്. രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ആഘോഷം. പോലീസ് സ്റ്റേഷനിൽ പ്രതിക്ക് പ്രത്യേക പരിഗണനയാണ് ലഭിച്ചത്. നഗരമധ്യത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസുകാർ നോക്കി നിൽക്കെയാണ് ബിനു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഊഞ്ഞാലാടിയത്. മ്യൂസിയം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ഓണാഘോഷം നടന്നത്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ചും പ്രതികൾക്ക് സ്റ്റേഷനിൽ ലഭിച്ച പരിഗണനയെക്കുറിച്ചും കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുകയാണ്. IP ബിനു അടക്കം 6 പേർക്ക് കേരള ഹൈക്കോടതി കർശന ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ 68 ദിവസത്തിലാണ് ഇവർ ജയിലിലാണെന്ന വസ്തുത കേസ് അന്വേഷണ അവസാന ഘട്ടത്തിലെത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. IP ബിനുവിന് പുറമെ രേവന്ത്, ഉണ്ണികൃഷ്ണൻ, ദിൻകർ, ദിലീപ് നായർ, ഉണ്ണി DS എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ ഷഹിൻ, നിതിൻ രാജ് എന്നിവർക്കും കോടതി ജാമ്യം നൽകിയിരുന്നു. സർക്കാരിന്റെയും EDയുടെയും
കടുത്ത എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികളുടെ എണ്ണം 21 ഉയർന്നു. മെയ് 27 തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ED സംഘം നടത്തിയ 8 മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. ഇദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി CMRലും തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായായിരുന്നു പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികൾ, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ച വാഹനങ്ങൾ തല്ലിത്തകർത്തതായിരുന്നു. മെയ് 27 കേസിൽ ആകെ 25 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവ സ്ഥലത്ത് വസതിക്ക് മുന്നിലും പരിസരത്തും ഉണ്ടായിരുന്ന മുഴുവൻ പോലീസും CPM നേതാക്കളെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇതിനായി നേതാക്കൾക്ക് പോലീസിന്റെ നോട്ടീസ് അയച്ചു തുടങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP, വി ജോയ്, ബിനീഷ് കോടിയേരി അടക്കമുള്ള നേതാക്കളെയാണ് ചോദ്യം ചെയ്യുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്കും നീളുകയാണ്. ആക്രമണം നടന്ന ദിവസം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബിനീഷ് കോടിയേരിയുടെ ഫോണിലുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിരുന്നു. അതേസമയം അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാതെ അത് സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല എന്ന് അന്വേഷണ ഏജൻസി ഇവിടത്തേത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ റെയ്ഡ് പിണറായിയുടെ മകളിലേക്ക് വീട്ടിലേക്ക് എത്തിയതോടുകൂടി ഇത് വ്യക്തിക്കെതിരെയല്ല, മറിച്ച് പാർട്ടിക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ് എന്ന നിലയിലേക്ക് നിലപാടും പ്രതികരണവും മാറി. വീണയുടേതും നിയമപരമായ ബിസിനസ് ഇടപാടിന്റേതും ഇക്കാര്യത്തിൽ പിണറായിക്ക് ഒരു പങ്കുമില്ലെന്നും പാർട്ടി പ്രഖ്യാപിച്ചു. പിണറായി കൂടി താമസിക്കുന്ന വീട്ടിൽ വീണയ്ക്കെതിരെ ED റെയ്ഡ് നടക്കും പ്രതിഷേധിച്ച CPM പ്രവർത്തകരുടെ മുൻനിരയിൽ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു എന്ന കൗതുകവുമുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജോയി മാത്യുവിന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം. തന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നുവെന്നറിഞ്ഞ ബിനീഷ് എത്തിയത് തന്റെ നിസ്സഹായത കണ്ട് സന്തോഷിക്കാനാണ് എന്ന് പിണറായി കരുതി. പക്ഷേ CMRൽ ആരോപണം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉന്നയിച്ച വേളയിൽ തന്നെ പിണറായി ബിനീഷിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെയും സുഹൃത്ത് ഷോൺ ജോർജിനെയുമാണ് നിരീക്ഷിച്ചത്. തന്റെ ഫോൺ ചോർത്തുന്നതുമായി ഷോൺ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഷോണിന്റെ ഉറ്റ ചങ്ങാതി എന്ന നിലയിൽ ബിനീഷിന്റെ ഫോണും സർക്കാർ ചോർത്തുന്നുണ്ടാവുമെന്ന് ഷോൺ പറയാതെ പറഞ്ഞു. ചുരുക്കത്തിൽ ബിനീഷിന്റെ ബിനു അകത്തു കിടക്കുന്നതിലും പിണറായിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വ്യക്തമാവുകയാണ്.